തിരുവനന്തപുരം ചെങ്കലിൽ 12-കാരിയെ പാമ്പ് കടിച്ച സ്കൂൾ പ്രവർത്തിച്ചത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധനകളില്ലാതെ. എയ്ഡഡ് സ്കൂളിൽ സർക്കാരിൻ്റെ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന് തെളിവാണ് സ്കൂളും പരിസരവും. അതേസമയം പാമ്പ് കടിയേറ്റ സ്നേഹ സുഖം പ്രാപിച്ച് വരികയാണ്. ഇവരുമായി പ്രശാന്ത് ശങ്കരമൂർത്തി ചേർന്നുണ്ട്. പ്രശാന്ത്, ചെങ്കലിൽ 12-കാരിയെ പാമ്പ് കടിച്ച സ്കൂൾ പ്രവർത്തിച്ചത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധനകൾ ഇല്ലാതെ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ എയ്ഡഡ് സ്കൂളിൽ സർക്കാരിൻ്റെ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്നലെ സ്കൂളിൻ്റെ പരിസരവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ? സർക്കാരിന്റെ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന് തെളിവ് തന്നെയാണ് ഈ ചെങ്കൽ സ്കൂളും പരിസരവും. അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്തത്. ആ സ്കൂളിനോട് ചേർന്ന് തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, സ്കൂളിനോട് ചേർന്ന് സ്കൂളിന്റെ ഭിത്തിയോട് ചേർന്ന് അടക്കം കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. മാത്രമല്ല അവിടെ സ്കൂൾ അങ്കണം എന്ന് പറയുന്നത്, മുറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ കാട് പോലെയാണ്, കുറ്റിക്കാട് പോലെയാണ്. അവിടെയെല്ലാം ഇത്തരത്തിൽ ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. മാത്രമല്ല സ്കൂൾ നിലനിൽക്കുന്ന കെട്ടിടം തന്നെ കാലപ്പഴക്കം നിന്ന കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ കളിച്ച് സ്ഥലം, അവിടെയും കാലപ്പഴക്കം തന്നെ ഓടും അടക്കമുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് അവിടെയും ഉള്ളത്. ഇത്തരമുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഈ സ്കൂൾ പ്രവർത്തിക്കുമ്പോഴും അതിന് അനുമതി സർക്കാർ കൊടുത്തു എന്നതാണ് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്. അതായത് ഇത്തരം സാഹചര്യങ്ങളിലാണ് നിരവധി നമ്മുടെ ഈ സംസ്ഥാനത്തെ പല എയ്ഡഡ് സ്കൂളുകളും നിലനിൽക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ സർക്കാരിന്റെ പരിശോധനകൾ അവിടെ നടക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ ഡിഒയോട് സംസാരിക്കുകയും ചെയ്തു. ഡിഒയോട് സംസാരിക്കുമ്പോഴും ഡിഒ പറയുന്നത് ഒരു AIO ലെവലിൽ വരുന്ന സ്കൂളുകളാണ്, എയ്ഡഡ് സ്കൂളുകൾ എന്നാണ് പറയുന്നത്. AIO ലെവലിലാണ് ഈ സ്കൂളുകളുടെ നിരീക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഇഒയ്ക്ക് കാര്യമായ റോൾ അവിടെ ഉണ്ടാകാറില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ AIO ലെവലിലുള്ള പരിശോധനകളടക്കം നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും സംശയമാണ്. അതൊക്കെ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടിയെ പാമ്പ് കടിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ക്ലാസ് മുറിയിൽ വെച്ചുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിലും സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പല എയ്ഡഡ് സ്ഥാപനങ്ങളുമുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഒരു സ്ഥിതി എന്ന് പറയുന്നത് സമാനമായ സാഹചര്യമാണ്. ചില മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും സ്ഥിതി ഏകദേശം ഇതുപോലെയൊക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം മാനേജ്മെന്റുകൾക്ക് സർക്കാർ കാര്യമായ രീതിയിൽ ഫണ്ട് നൽകുന്നില്ല എന്നും അറിയാൻ കഴിയുന്നു. അധ്യാപകരുടെ ശമ്പളം മാത്രമാണ് സർക്കാർ നൽകുന്നത്. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളടക്കം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഈ മാനേജ്മെന്റിന്റെ ഫണ്ടാണ് ഉപയോഗിക്കുകയും ചെയ്തത്. മാനേജ്മെന്റ് ഫണ്ട് കണ്ടെത്തുന്നത് ഈ സ്കൂൾ അധ്യാപകരുടെ പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവരെ പോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭീമമായ തുക അധ്യാപകരെ ഈടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊരു നിയമവിരുദ്ധമായ രീതിയിലാണ് ഈ സമീപനം ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം ഇത്തരത്തിൽ അവിടെയുള്ള ഈ നിയമനങ്ങൾ നടത്തുവാനുള്ള അധികാരം ഈ മാനേജ്മെന്റുകൾക്കായിരിക്കും. മാനേജ്മെന്റുകൾ ഈ നിയമനത്തിനായൊരു തുക ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ടായിരിക്കും അവിടെ നിയമനം നടത്തുന്നത്. ആ തുകയിൽ നിന്നെല്ലാമാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തുന്നതിനുള്ള തുക കണ്ടെത്തുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്. എന്നാൽ സർക്കാർ ഇതൊരു തുറന്ന സംവിധാനമല്ല. എന്നാൽ ഇത് പുറത്ത് അല്ലെങ്കിൽ ഇത്തരം രീതിയിലേക്ക് തുറന്ന സംവിധാനമല്ല എന്ന് പറയാൻ കാര്യം ഈ തുക കൈപ്പറ്റാൻ പാടില്ല എന്നാണ് ചട്ടം ഇരിക്കുന്നത്. ഇതിന്റെ ശമ്പളം നിശ്ചയിക്കുന്നതും ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതെല്ലാം സർക്കാരുമാണ്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും ഈ കൈപ്പറ്റുന്ന തുക കൊണ്ടാണ് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം നടത്തുന്നത്. മറ്റ് സർക്കാർ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസാമാസമെങ്കിലും ഈ സ്കൂളും പരിസരങ്ങളിലും ചെന്നെത്തിക്കൊണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു പരിശോധന നടത്തണമെന്നിരിക്കെ അത്തരം പരിശോധനകളും വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അനുകൂലമായി കിടക്കുന്ന ചെങ്കലിൽ 12-കാരിയെ പാമ്പ് കടിച്ച സ്കൂൾ പ്രവർത്തിച്ചത് വിദ്യാഭ്യാസ പരിശോധനകൾ ഇല്ലാതെ ആണ്. എയ്ഡഡ് സ്കൂളിൽ സർക്കാരിൻ്റെ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന് തെളിവാണ് സ്കൂളും പരിസരവും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.